ഹലോ ഗേസ്, എൻ്റെ കണ്ണൂരത്ത് ഒരു ദിവസത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇന്നലെ നൈറ്റ് ആലപ്പുഴയിൽ നിന്ന് ട്രെയിൻ കയറി ഏർലി മോർണിംഗ് കണ്ണൂരെത്തി. അപ്പോൾ കണ്ണൂരത്ത് തന്നെ ഫ്രഷ് ആയിട്ട് നേരെ വന്നത് നമ്മളെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്കാണ്. നമ്മളെ കണ്ണൂരിൽ നിന്ന് കിട്ടുന്ന സ്നാക്സിൻ്റെ ഒരു 75% നമ്മളെ കണ്ണൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ കിട്ടും. ഞാനൊരു ചായയും സ്നാക്സുമാണ് വാങ്ങിയത്. അപ്പം എല്ലാവരും വിചാരിക്കുന്നുണ്ട് കണ്ണൂർ വന്നിട്ട് എന്താ കണ്ണൂർ കോക്ടെയിൽ ട്രൈ ചെയ്യാത്തത്. ഞാൻ ബാങ്ക് കോച്ചിങ്ങും ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചതൊക്കെ കണ്ണൂരായതുകൊണ്ട് ഞാൻ ഒരുപാട് തവണ കണ്ണൂർ കോക്ടെയിൽ കുടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നേരെ വന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്കാണ്. ഇതുവരെ ഞാൻ എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെയും ബാങ്ക് കോച്ചിങ്ങിൻ്റെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വാങ്ങിയിട്ടില്ല. അപ്പം ഞാനത് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ഒക്കെ ചെയ്ത് ചലാനൊക്കെ അടച്ചു. അപ്പോൾ ലഞ്ചിൻ്റെ ടൈം ആയപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ തന്നെ ഒരു ഊണ് പോലെയുണ്ട്, ഒരു ചെറിയൊരു കഫേ പോലെ. അപ്പോൾ അവിടെ നിന്നൊരു ഫിഷ് മീൽ ഓർഡർ ചെയ്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ നേരെ വന്നത്, ഞാൻ കണ്ണൂർ വന്നു കഴിഞ്ഞാൽ എവിടെ പോയില്ലെങ്കിൽ ഈ ഒരു പ്ലേസ് ഞാൻ വിസിറ്റ് ചെയ്യാതിരിക്കില്ല. കണ്ണൂരിലെ ഓൾഡ് ബസ് സ്റ്റാൻഡ് ഫുട്പാത്ത്. ഇതിന് മുന്നേ ഇവിടുത്തെ ഫുട്പാത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അറിയാമല്ലോ ഞാൻ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന്. അപ്പോൾ ഇന്നും ഞാനൊരു 3 ജോഡി ചെരുപ്പ് വാങ്ങി. അപ്പോൾ 2 ജോഡി എൻ്റെ മദർലോക്കും പിന്നെ 1 ജോഡി എനിക്കുമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ചെരുപ്പൊക്കെ വാങ്ങി ചെറിയ ചെറിയ പർച്ചേസിംഗ് ഒക്കെ നടത്തി. പിന്നെ ഞാൻ നേരെ കണ്ണൂരിൽ നിന്ന് ട്രെയിൻ കയറി കാസർഗോഡേക്ക്. അങ്ങനെ നേരെ ഒട്ടും വൈകാതെ നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.